ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബോൺസായി എന്ന് പറയുന്ന കവിതയാണ്. ഇത് എഴുതിയത് സുധാ ഉപാധ്യായാണ്. ഇതിപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അവസാനത്തെ പാഠമാണിത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ക്ലാസ് 9ൻ്റെ പോർഷൻസ് ഏകദേശം തീരും. അപ്പോൾ ഈ ബോൺസായി എന്ന് പറയുന്ന കവിത നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇതും വീഡിയോ ചെയ്യുന്നത്. വളരെ ചെറിയ കവിതയാണ്, പക്ഷേ അത് അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സുധാ ഉപാധ്യായനെ കുറിച്ചും അതുപോലെ തന്നെ ഈ കവിതയുടെ ഒരു ആദ്യത്തെ പാരഗ്രാഫിൽ വരുന്ന ലൈൻസ്, പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു ജനറൽ ഇൻട്രൊഡക്ഷനും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. പാഠത്തിൻ്റെ പേരാണ് ബോൺസായി. ബോൺസായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്ലാന്റ് ആണത്. മീൻസ് എന്താണ്? നമ്മൾ ഒരു ചെടിച്ചട്ടിയിലേക്ക്, അതായത് വലിയൊരു പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെടിച്ചട്ടിയിൽ വെക്കുന്നു. എന്തിന്? വീടിൻ്റെ അലങ്കാരത്തിന് വേണ്ടിയൊക്കെ, ഒരു അലങ്കാര വസ്തുവായിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനാണ് ബോൺസായി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സുധാ ഉപാധ്യായ എഴുതിയതാണ്, കവിതയാണ്. അപ്പം ജനറലി ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ പാഠ്കാ നാം ക്യാ ഹെ, ബോൺസായി കിസ് വിധാ കി രചന ഹെ, ഏത് കാറ്റഗറിയിൽ വരുന്ന രചനയാണെന്ന് ചോദിച്ചാൽ കവിതയാണ്. ലേഖിക കാ നാം സുധാ ഉപാധ്യായ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്ററെ കുറിച്ചൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് കവിതയിലേക്ക് തിരിച്ചു വരാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. ഇപ്പോൾ സുധാ ഉപാധ്യായ് ഹിന്ദി की आज की लेखिकाओं में महत्वपूर्ण स्थान रखती है. അതായത് ഇന്നത്തെ റൈറ്റേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സുധാ ഉപാധ്യായ്. സുധാ ഉപാധ്യായൻ്റെ കവിതയാണ് നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഇതൊരു മോഡേൺ ലിറ്ററേച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ ഷോർട്ടായിട്ടുള്ളൊരു പോയമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്താണ്? ഒരു സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കവിത കൂടിയാണിത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. ഉൻകാ ജന്മം ഉത്തർപ്രദേശ് में हुआ. ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. इसलिए कहूँगी मैं बोलती चुप्पी पाठ पुनर्पाठ औपन्यासिक चरित्रों में वर्चस्व की राजनीति 6वें दशक के बाद आदि उनकी प्रमुख രചനായ है. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട രചനകളാണിതൊക്കെ. പിന്നെ ഷീല സിദ്ധാന്തകാർ സമ്മാൻ, അമർ സരസ്വതി സമ്മാൻ, സാഹിത്യ ഗൗരവ് സമ്മാൻ, മൈഥിലി ശരൺ ഗുപ്ത പുരസ്കാർ ആദി സഭ സമ്മാനിത് ഹെ. ഓക്കെ, അപ്പോൾ അത് റൈറ്ററെ കുറിച്ചുള്ളൊരു റൈറ്ററിന് കിട്ടിയിട്ടുള്ള അവാർഡ്സാണ് ഇതൊക്കെ. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കി സുധാ ഉപാധ്യായനെ കുറിച്ച്. അപ്പം സുധാ ഉപാധ്യായ എഴുതിയ ഒരു മോഡേൺ ലിറ്ററേച്ചറിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കവിതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ബോൺസായി സുധാ ഉപാധ്യായ്. അപ്പോൾ നമ്മൾ ഈ കവിതയിലേക്ക് നോക്കുമ്പം എന്താണ് ബോൺസായി എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ്, അത് നമ്മളെന്താണ് വീട് അലങ്കരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംഭവം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ്, പുറത്ത് അനുകൂല സാഹചര്യത്തിൽ വളരുന്ന ഒരു വൃക്ഷത്തെ നമ്മൾ കട്ട് ചെയ്തിട്ട് ബോൺസായി അല്ലെങ്കിൽ ഒരു ചെറിയ പോട്ടിനകത്ത് അല്ലെങ്കിൽ ചെറിയൊരു ചെടിച്ചട്ടിക്കകത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഒത്തിരി ചേഞ്ചസ് അവിടെ വരുന്നുണ്ട്. പുറത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷേ ചെടിച്ചട്ടിയിലേക്ക് വരുമ്പോൾ എന്താണ്, വേരുകൾക്കാണെങ്കിലും ഒത്തിരി ദൂരത്തോളം വളർന്ന് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, നല്ല വായു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നേച്ചറുമായിട്ടുള്ള ആ ഒരു ടച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ കവിതയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കവിതയുടെ മറ്റൊരു ഒരു ഇന്നർ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്ക് സ്വതന്ത്രത, സംഘർഷം അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സംഘർഷം, ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കതും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വരികളിലൂടെ പോകാം. तुमने आंगन से खोदकर मुझे लगा दिया सुंदर गमले में, फिर सजा लिया घर के ड्राइंग रूम में. हर आने जाने वाला बड़ी हसरत से देखता है और धीरे धीरे मैं बोनसाई में तब्दील हो गई. ഇതാണ് ആദ്യത്തെ 5 വരികൾ. ഓക്കെ, മൊത്തം 10 വരികളുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണിത്. तो നമുക്ക് നോക്കാം. तुमने आंगन से खोदकर मुझे लगा दिया सुंदर गमले में. तुमने ആംഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റം എന്നാണ്. ഹോദ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളച്ചെടുക്കുക. മുച്ചേ ലഗാദിയ സുന്ദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ. ഗംലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടി. ഓക്കെ, അപ്പോൾ ആ ബോൺസായി എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ് പറയുന്നതായിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബോൺസായി എന്താ പറയുന്നത്? തുമ്നെ ആംഗൻ സെ ഹോദ്കർ മുച്ചേ ലഗാദിയ സുന്ദർ ഗംലെ മേ. അതായത് നിങ്ങൾ മുറ്റത്ത് നിന്ന് എന്നെ പറിച്ചെടുത്തിട്ട്
ഒരു സുന്ദരമായ ചെടിച്ചട്ടിയിൽ എന്നെ കൊണ്ട് വെച്ചു. ഓക്കെ, അവിടെ ഒരു ചെടിച്ചട്ടിയിൽ അതിനെ പ്ലാന്റ് ചെയ്തു. മുച്ചേ ലഗാദിയ സുന്ദർ ഗംലേമേ. അപ്പം സിമ്പിളാണ്. പുറത്തു നിന്ന് ഒരു ചെടീനെ എടുത്തിട്ട് കട്ട് ചെയ്ത് മീൻസ് എന്താണ് ഒരു ചെടിച്ചട്ടിയിലാക്കി വെക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് ആംഗൻസ്. അപ്പോൾ ആ ഒരു ചെടിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം നമ്മളത് അകത്ത് അല്ലെങ്കിൽ മുറിയിലേക്ക് അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ വെക്കുമ്പോൾ എന്താണ് നമ്മളത് ഷേപ്പിന് വേണ്ടി അത് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോൺസായി എന്തിനു വേണ്ടിയാണ്, ഒരു അലങ്കാരത്തിന് വേണ്ടിയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രോസസ്സ് കൂടിയാണിത്. ഓക്കെ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ചേഞ്ചസ് കൂടി വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഫിർ സജാലിയ ഹർക്കെ ഡ്രോയിങ് റൂം മേ. സജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ അലങ്കരിക്കുക. ഹർക്കെ ഡ്രോയിങ് റൂം മേ, വീട്ടിലെ ഡ്രോയിങ് റൂമിനെ അലങ്കരിക്കാനായിട്ട് അലങ്കരിച്ചു. അത് വെച്ച് എന്താണ് ആ ഒരു ചെടിച്ചട്ടി ഡ്രോയിങ് റൂമിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഡ്രോയിങ് റൂമിന് അതൊരു അലങ്കാരമായി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, പുറത്തുനിന്ന് ഒരു ചെടി അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ വളർച്ചയെ അത് തടസ്സപ്പെടുത്തും. അതുപോലെ തന്നെ നേച്ചറുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറയും. ഓക്കെ, പിന്നെ എന്താണ് നമ്മളത് അതിനെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിലാണ് അത് നന്നായിട്ട് പിന്നെ വളരത്തുള്ളൂ. കെയറും കൂടി ചെയ്യുന്നില്ലെങ്കിൽ ആ ചെടി നന്നാവില്ല അത്. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ ഫസ്റ്റ് 3 ലൈൻസിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ബോൺസായി എവിടെ എത്തി? വീട്ടിലെ ഡ്രോയിങ് റൂമിലെത്തി. മുറ്റത്തായിരുന്നു ആദ്യം, അവിടെ നിന്ന് പറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലാക്കി, അവിടെ നിന്ന് വീട്ടിലെ ഡ്രോയിങ് റൂമിലെത്തി. ഘർ ആനെ ജാനെ വാല ബഡി ഹസ്രത് സെ ദേഖ്താ ഹെ. ആനെ ജാനെ വാല എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവരും പോകുന്നവരും. ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ നോക്കുന്നു. അതായത് വീട്ടിലേക്ക് വരുന്നവരും പോകുന്നവരും ഒക്കെ വളരെ ആഗ്രഹത്തോടെ ഈ ചെടിയെ നോക്കുന്നു. ഓർ ധീരെ ധീരെ മേ ബോൺസായി മേ തബ്ദീൽ ഹോ ഗയി. ഇപ്പോൾ എന്താണ് ആ ചെടി പതിയെ പതിയെ ഒരു ബോൺസായി ആയിട്ട് മാറി. തബ്ദീൽ ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറുക അല്ലെങ്കിൽ ചേഞ്ച് വരിക. ഓക്കെ, അതായത് മുറ്റത്തുണ്ടായിരുന്ന ഒരു ചെടിയാണ്, അത് ഈ ഒരു രീതിയിൽ അത് ബോൺസായി ആയിട്ട് മാറി. അപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ചെടിയെ നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ചു, പിന്നെ ഡ്രോയിങ് റൂമിൽ കൊണ്ടുവച്ചു. ഓക്കെ, അത് അവിടെ ഇരുന്നിട്ട് പതിയെ ഒരു ബോൺസായി ആയിട്ട് മാറി. അതാണ് സുധാ ഉപാധ്യായ എഴുതിയ ബോൺസായി എന്ന് പറയുന്ന കവിതയിലെ ആദ്യത്തെ 5 വരി. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഒരു മീനിങ് നമ്മൾ നോക്കി. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ ടീച്ചർ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുക്കുകയാണെങ്കിലും ഇത് ഈ ഒരു ഇന്നത്തെ ആധുനിക സാമൂഹ്യ അന്തരീക്ഷമായിട്ട് ഈ കവിതേനെ മീൻസ് അതിൻ്റെ ഒരു ഇന്നർ മീനിങ് ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ ബോൺസായി എന്ന് പറയുന്ന കവിത എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ആവാസി അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് സ്ത്രീകളുടെ ഒരവസ്ഥയെ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ ബോൺസായി പേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ത്രീക്കോ ഏക് ബോൺസായി പേഡ് കെ രൂപ ചിത്രിത് കിയാ ഹെ. സ്ത്രീയാണ് ഒരു ബോൺസായി പേഡായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇന്നർ മീനിങ് ആണ് കവിതയുടെ ഇത്. ഓക്കെ, അതായത് നമുക്കറിയാം ഈ ബോൺസായിനെ നമ്മൾ ഡ്രോയിങ് റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് അതിൻ്റെ സ്വാഭാവിക വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ ഡെവലപ്മെൻറ്റിനെ എന്താണ് അവരുടെ സമൂഹം എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓക്കെ എന്താണ് സ്ത്രീയെ സമൂഹം എന്താണ് ഒരു അലങ്കാര വസ്തുവായിട്ട് കാണുന്നവരുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ കവിതയിലും സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയുണ്ട് സ്ത്രീകൾക്ക്, അതിനെക്കുറിച്ചും ഇതിലുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ ഒരു ബോൺസായി ആയിട്ട് ചെടിച്ചട്ടിയിലേക്ക് വെക്കുമ്പോൾ എന്താണ് അതിൻ്റെ സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുവാണ്. ഓക്കെ, അതുപോലെ സ്ത്രീകളുടെയും എന്താണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെയും കൂടി കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സ്ത്രീകൾക്ക് മേലും ഇതുപോലെയുള്ള ഒത്തിരി ബന്ധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് കുറേയൊക്കെ കുറവാണ്, പക്ഷെ എന്നാലും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ കുറവായിരിക്കും, ബട്ട് മറ്റ് സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ സൂചിപ്പിക്കാനും കൂടിയാണ് ഈ കവിത
എഴുതിയിരിക്കുന്നത്. അതായത് സ്വാഭാവിക വളർച്ചയെ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന കുറേ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ബോൺസായി അല്ലെങ്കിൽ ആ ഒരു ചെറിയ പ്ലാന്റിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് കവയിത്രി എഴുതിയിട്ടുള്ളതാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 പോയിൻറ്റ്സ് നോക്കി, 5 വരികൾ നോക്കി. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ബോൺസായി എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. ജസ്റ്റ് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താണ് മുറ്റത്ത് ആംഗൻസെ ഹോത്കർ, അതായത് മുറ്റത്തുണ്ടായിരുന്ന ഒരു ചെടിയെ ആദ്യം ഗംലേമേ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ വെച്ചു, പിന്നെ ड्राइंग रूम सजाने के लिए उसको इस्तेमाल किया गया. ओके, आने जाने वाले बड़ी हसरत से देखता है और वो वे ബോൺസായി में तब्दील हो गए. അതൊരു ബോൺസായി പ്ലാന്റ് ആയിട്ട് അങ്ങനെ മാറി. ഓക്കെ, പിന്നെ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ പോയിന്റ്സ് കൂടി ഓർത്തിരിക്കുക. ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ. ഓക്കെ, സ്ത്രീകളെ എന്താണ് ബോൺസായി പ്ലാന്റ് ആയിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തു. പിന്നെ 5 വരികൾ കൂടി ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പോയിൻറ്റ്സിനെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്കി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കവിതയിൽ, അതായത് നമ്മുടെ ടീച്ചർ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അതും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഞാനത് एक्सप्लेन ചെയ്യുന്നത്. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.